ദശകം 40 ശ്ലോകം 10. ഭുവനമംഗളനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണഃ ത്വമൈവാദനികേതനനാഥമാമഗതയൻ കുരു താവകസേവകം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. ഭുവനമംഗള, ഭുവനമംഗള. നാമഭിഹി ഏവ തേ, നാമഭിരേവതേ, നാമഭിഹി ഏവ തേ, നാമഭിരേവതേ. ഭുവനമംഗള നാമഭിരേവതേ. യുവതിഭിഹി ബഹുധാ, യുവതിഭിർബഹുധാ, യുവതിഭിർബഹുധാ കൃതരക്ഷണഃ, യുവതിഭിർബഹുധാ കൃതരക്ഷണഃ. ത്വം അയി, ത്വമയി വാദനികേതനനാഥ, ത്വമയി വാദനികേതനനാഥ. മാം അഗതയൻ കുരു താവകസേവകം, മാമഗതയൻ കുരു താവകസേവകം. ഭുവനമംഗളനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണഃ ത്വമൈവാദനികേതനനാഥമാമഗതയൻ കുരു താവകസേവകം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്ലോകം 10 അന്വയവും അർത്ഥവും നോക്കാം. അന്വയം. ഭുവനമംഗള വാദനികേതനനാഥ തേ നാമഭിഹി ഏവ യുവതിഭിഹി ബഹുധാ കൃതരക്ഷണഃ ത്വം മാം അഗതയൻ താവകസേവകം കുരു. ഭുവനമംഗള വാദനികേതനനാഥ. ഭുവനമംഗള, എല്ലാ ലോകങ്ങൾക്കും മംഗളമൂർത്തിയായിരിക്കുന്ന വാദനികേതനനാഥ, അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ. തേ നാമഭിഹി ഏവ, നിന്തിരുവടിയുടെ തിരുനാമങ്ങളെ കൊണ്ട് തന്നെ, നിന്തിരുവടിയുടെ തിരുനാമങ്ങളെ കൊണ്ട് തന്നെ ബഹുധാ കൃതരക്ഷണഃ ത്വം, ഈ ഗോപാങ്കനമാരാൽ പല വിധത്തിൽ രക്ഷ ചെയ്യപ്പെട്ടവനായ നിന്തിരുവടി എന്ന് വെച്ചാൽ എന്താണ്? ഭഗവാന്റെ തിരുനാമങ്ങളെ കൊണ്ട് തന്നെ ഭഗവാനെ പല വിധത്തിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആര്? ഗോപാങ്കനമാർ. അതുകൊണ്ടാണ് പറയുന്നത് നിന്തിരുവടിയുടെ തിരുനാമങ്ങളെ കൊണ്ട് തന്നെ ഗോപാങ്കനമാരാൽ പല വിധത്തിൽ രക്ഷ ചെയ്യപ്പെട്ടവനായ നിന്തിരുവടി മാമഗതയൻ താവകസേവകം ഗുരു. അങ്ങനെയൊക്കെയുള്ള ഗുരുവായൂരപ്പ എന്നെ ആരോഗ്യവാനാക്കി അവിടുത്തെ തൃപ്പാദദാസനാക്കി തീർക്കണമേ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. നമുക്കും അതുതന്നെ പ്രാർത്ഥിക്കാം. ഭഗവാൻ നമുക്ക് ആരോഗ്യം തന്ന് നമ്മളെയും കാത്തു രക്ഷിക്കണമേ, അങ്ങയുടെ തൃപ്പാദദാസനാക്കി തീർക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, സർവ്വലോകങ്ങൾക്കും ശുഭം വരുത്തുവാൻ സമർത്ഥമായ ഭഗവൽ നാമസങ്കീർത്തനങ്ങൾ ചെയ്ത ഗോപികമാര് അവരുടെ ഉണ്ണികൃഷ്ണൻ്റെ ക്ഷേമത്തിനായിട്ട് പ്രാർത്ഥിച്ചു. അപ്രകാരം അങ്ങയുടെ തന്നെ പുണ്യകീർത്തനങ്ങളാൽ രക്ഷിക്കപ്പെട്ട അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് എൻ്റെ എല്ലാ രോഗാമയങ്ങളെയും അകറ്റി എന്നെ അങ്ങയുടെ ഭക്തോത്തമനാക്കണമേ എന്ന്. ഭുവനമംഗളനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണഃ ത്വമൈവാദനികേതനനാഥമാമഗതയൻ കുരു താവകസേവകം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.